മുത്തു ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ വേണ്ട ഇത്രയും അമ്പഴങ്ങയുണ്ട്. അത് കുറച്ചേറെ ഉണ്ടായിരുന്നു, കുറച്ച് ഞങ്ങൾ ഇട്ട് അതിൻ്റെ ബാലൻസ് ഇരുന്നത്. അതിപ്പോൾ ഞാനിവിടെ അച്ചാറിടാൻ പോവാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിപ്പോൾ ഇടാം. കുറച്ചേ ഉള്ളൂ, അത് ഞാൻ ഇട്ട് കാണിക്കാം. എല്ലാവർക്കും കിട്ടുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. ഇത് ഞാനിത് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുന്നു, വെള്ളമൊന്നും ചേർക്കാതെ കണ്ട് നല്ലെണ്ണയ്ക്കകത്ത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ ചെയ്യാൻ പോവാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ശകലം ഉള്ളി, ഇതിലൂടെ ശകലം വെളുത്തുള്ളി. സാധനം കുറച്ചേ ഉള്ളല്ലോ, നമ്മൾ കുറച്ച് മതി. അതൊന്ന് ചെറുതായിട്ട് നമുക്ക് കഴിയുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ ശകലം ഒന്ന് മൂക്കാം. ഇനി ശകലം കറിവേപ്പില കുറവാണ്. ഇവിടെ കറിവേപ്പില ഇട്ടാൻ പാടായതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഉള്ളു. ഒന്ന് മൂത്ത് കഴിയുന്ന തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഒരു 2 സ്പൂണ് എരിവുള്ള മുളക് പൊടി, ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇവിടെ കുറച്ച് എരിവ് മതി. കായപ്പൊടിയാണ്, പൊടി ഒരു 1/4 സ്പൂൺ. നല്ലപോലെ ഒന്ന് വരുന്ന ശകലം വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. അമ്പഴങ്ങ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ നീര് വെള്ളമൊന്നും വരേണ്ടതല്ല, ഇതിൻ്റെ നീരിൽ മാത്രം കിടന്നതാണ്. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പിനകത്ത് കിടന്നുകൊണ്ട് കുറച്ച് ഉപ്പ് മതി. നല്ലപോലെ ഇതിനകത്തൊന്ന് പരത്തിയെടുക്കാം. ഇത് എത്ര ദിവസം മേലേലും ഇരിക്കും. ഇതിനകത്തൊന്നും വെക്കണ്ട. മതി, ഇത്രയും മതി. തണുപ്പ് നല്ല കോരി വെച്ചാൽ മതി. എത്ര ദിവസം വേണേലും ഇതിരിക്കും. ഇതിന്ന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരികയൊന്ന്. ഉപ്പിനകത്ത് കിടന്നപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലായി ഇത് ഉപ്പിനകത്ത് ഇട്ടിട്ട്. ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് അച്ചാർ ചെയ്തതാണ്. അതിൻ്റെ ബാക്കി ഇത്ര ഉണ്ടെന്ന് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടുന്നതാണോ, ഇങ്ങനെയാണോ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന പോലാണോ ആണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളത്. പാകമായിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കും ഷെയറും എല്ലാം തരണം. ആത്മാർത്ഥയോടെ ശരി.